ഇന്ത്യയിൽ പഴയ സ്വർണം വിൽക്കാൻ ആളുകളുടെ തിരക്ക്. പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്ത് പലരും പുതിയ സ്വർണം വാങ്ങുകയാണ്. സർക്കാർ തീരുവ ഉയർത്തിയതിനു ശേഷം ഈ ട്രെൻഡ് കൂടിയതായി ജ്വല്ലറി ഉടമകളും പറയുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില 1 ലക്ഷത്തിന് മുകളിലേക്ക് എത്തിയതോടെ ഇന്ത്യയിൽ പഴയ സ്വർണം വിൽക്കാൻ ആളുകളുടെ തിരക്കാണ്. പഴയ സ്വർണം മാറ്റി പലരും ഇന്ന് പുതിയ സ്വർണം വാങ്ങുകയാണ്. ജ്വല്ലറി വ്യവസായത്തെ തന്നെ മാറ്റുന്ന രീതിയിൽ വീടുകളിലെ സ്വർണം ഇപ്പോൾ മാർക്കറ്റുകളിലേക്ക് എത്തുന്നതായി ജ്വല്ലറി ഉടമകളും സാക്ഷ്യപ്പെടുത്തുന്നു. സർക്കാർ തീരുവ ഉയർത്തിയതിനു ശേഷം ഈ ട്രെൻഡ് കൂടിയതായി പല ജ്വല്ലറി ഉടമകളും അഭിപ്രായപ്പെടുന്നുണ്ട്. നരേന്ദ്രമോദി സ്വർണത്തിലുള്ള ഇറക്കുമതി തീരുവ 6% നിന്ന് 15% ഉയർത്തിയിരുന്നു. രൂപയുടെ മൂല്യമിടിയുന്നത് തടയുന്നതിന് വേണ്ടിയായിരുന്നു ഈ നടപടി. നിലവിലുള്ള സ്വർണ്ണ വിൽപ്പനയുടെ 65% നടക്കുന്നത് സ്വർണം മാറ്റി വാങ്ങാനാകുന്ന എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളിലൂടെയാണ്. ചില ദിവസങ്ങളിൽ വിൽപ്പനയുടെ 70% എക്സ്ചേഞ്ചിലൂടെ നടക്കാറുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. ഇന്ത്യയിലെ വീടുകളിൽ 25,000 ടൺ സ്വർണ്ണമുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ള ജനതകളിലൊന്നാണ് ഇന്ത്യക്കാർ. നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണ വ്യവസായത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. പഴയ സ്വർണ്ണത്തിന് സാധാരണയായി വിൽക്കാനെത്തുമ്പോൾ വില കുറയ്ക്കാറുണ്ട്. പ്രത്യേകിച്ച് 916 ഹോൾമാർക്കില്ലാത്ത സ്വർണ്ണമാണെങ്കിൽ അതിന് വലിയ രീതിയിൽ സ്വർണ്ണ വ്യാപാരികൾ വില കുറയ്ക്കും. ഇത്തരത്തിൽ പോയാൽ പഴയ സ്വർണ്ണത്തിന് വരും ദിവസങ്ങളിൽ വില കുറയുമെന്ന ഭയമാണ് ആളുകളെ കൊണ്ട് പഴയ സ്വർണം മാറ്റി പുതിയ സ്വർണം വാങ്ങുന്നതിന് പ്രേരിപ്പിക്കുന്നത്. എന്നാൽ വേണ്ട വില ലഭിക്കില്ല എന്ന് കണ്ട് കയ്യിലുള്ള സ്വർണം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് കരുതുന്നവരുടെ എണ്ണവും കുറവല്ല. ഭാവിയിൽ പണയം വയ്ക്കുന്നതിനെങ്കിലും ഇത്തരം ആഭരണങ്ങൾ ഉപകരിക്കുമെന്നതാണ് പ്രധാന കാരണം. പഴയ 1 പവന്റെ സ്വർണ്ണാഭരണം മാറ്റി വാങ്ങുമ്പോൾ അതൊരു പക്ഷേ 1/2 പവൻ മാത്രമായി ചുരുങ്ങിയേക്കാം. പഴയ സ്വർണത്തിന് വേണ്ട വില ലഭിക്കാത്തതും പുതിയ സ്വർണത്തിനുള്ള പണിക്കൂലിയും GSTയും നൽകേണ്ടതുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. എന്തായാലും സ്വർണമെന്നത് ഒരു വലിയ സമ്പാദ്യമായി തന്നെയാണ് ഇപ്പോഴും ഇന്ത്യക്കാർ കരുതുന്നത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.